അപ്പോ എത്ര കൂതാശകളെ പറ്റിയാണ് മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? 4-ാമത്തെ കൂതാശ ഏതാണ് മോളെ? കുംഭസാരം. അതെ, കുംഭസാരത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചറെ നമ്മുടെ പാപങ്ങള് നമ്മള് പള്ളിയിലച്ഛനോട് പറയുന്നതിന് പകരം നേരിട്ട് ദൈവത്തിനോട് പറഞ്ഞ പോരെ? അത് പോരെ മക്കളെ. ഈശോ ശിഷ്യന്മാരിലൂടെ കത്തോലിക്ക സഭയിലെ വൈദികരെ ഏൽപ്പിച്ചതാണ് ഈ ദൗത്യം. ടീച്ചറെ ഈ അച്ഛന്മാരോടൊക്കെ നമ്മൾ പാപം പറഞ്ഞ അവരത് മറ്റുള്ളവരോട് പറയില്ലേ? ഇല്ല മക്കളെ, ഒരിക്കലുമില്ല. ടീച്ചർ ഒരു കഥ പറയട്ടെ, ഒരു കുംഭസാരത്തിന്റെ കഥ. എന്നാ റോസ്ലി ചേച്ചി വിശേഷം? എടയായിട്ട് പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ. അത് മൊത്തം പ്രശ്നങ്ങളാ വീട്ടില്. എന്നാ പ്രശ്നം വന്നേ? എനിക്കറിയത്തില്ല. എന്നാ നമുക്ക് അകത്തേക്ക് കയറി സംസാരിക്കാം. ചേച്ചി കയറി വാ. ശാന്തേ, കട നോക്കിയോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പീഡനം മാത്രമൊന്നുമല്ല അച്ഛാ, കൂടി കഴിഞ്ഞ് വരുമ്പോ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണി. അങ്ങനെയൊന്നുമില്ലെന്നേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. മദ്യം ഉള്ളിൽ കിടക്കുമ്പോൾ അതിന്റെ ലഹരിയിൽ എന്തെങ്കിലും പറയുന്നല്ലാതെ അങ്ങനെയൊന്നും വരില്ലെന്നേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അച്ഛാ, ദൈവം എനിക്ക് മക്കൾ തന്നായിരുന്നെങ്കിൽ അതോർത്തെങ്കിലും ആശ്വസിക്കായിരുന്നു. യുദ്ധക്കളി. ആ അമ്മേ. മോനെ, നിനക്ക് സുഖമാണോ? മോന് സമയമുണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ വന്നിട്ട് പോവോ? എനിക്ക് മോനെ കാണാൻ കൊതിയാവുന്നു. ഓ, അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. ഞാൻ ഇന്ന് ഫ്രീ അല്ലേ, ഞാൻ വരാം. തോമ എന്താ തോമ പതിവില്ലാതെ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. തോമ എന്താ ഈ വഴി? അതൊന്നും മനസ്സാ. ഈ പുലിയെ തേടി ആരെങ്കിലും പുലിമണിയിൽ വരുമോ? അതിന്റെ സമയമാകുമ്പോ വരും. ആട്ടെ, എന്നാ കാര്യം? നിങ്ങളോട് പള്ളി ബിൽഡിങ്ങിലെ മുറിയിൽ കഞ്ചാവ് കച്ചവടം നടത്തരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നിങ്ങളത് തുടരുന്നുണ്ടെന്നാണല്ലോ അറിവ്. എന്റെ കടയിൽ എന്ത് നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അച്ഛനല്ല. സമാധാനം, ഞാൻ ചോളയാണ് തരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അത് മതി. അന്നാ നിങ്ങൾ ആ താക്കോലിങ് തന്നിട്ട് കടയൊഴിവായി പൊക്കോളാമോ? അച്ഛൻ ആരോടാ കളിക്കണേന്ന് അറിഞ്ഞിട്ടാണോ ഈ പറയണേ? തോമയോട്ടോ ഓടിയാൻ പഠിപ്പിക്കുമേ. ജോർജ് ചായ, ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഞായറാഴ്ച പള്ളിയിലും പോവാണ്ട് ഷാപ്പ് നിറങ്ങി നടക്കുവാണ്. ജോസച്ചന് വീട് വരെ പോയേക്കുവാ. മക്കള് നാളെ വരാമോ? എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ അമ്മേ. ശരി മോനെ. മോനെ, എന്താ മോൻ നമ്മ വിളിച്ചപ്പോഴേക്കും മോനിങ്ങ് ഓടിയെത്തിയല്ലോ. അപ്പോൾ 2ാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ആളുകളെ കുമ്പസാരിപ്പിക്കേണ്ടതല്ലേ? അതമ്മേ, കൊച്ചനെ ഏൽപ്പിച്ചിട്ടാ ഞാനിങ്ങ് വന്നത്. പിന്നെ അമ്മ രാവിലെ വിളിച്ചൂലോ. അമ്മ വിളിച്ചപ്പോ പിന്നെ വരാണ്ടിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ വന്നത്. പക്ഷേ മോൻ്റെ ജീവിതത്തിൽ കുമ്പസാരിപ്പിക്കാനായിരിക്കണം കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്, വിശുദ്ധ വിയാനിയച്ഛനെ പോലെ. മോനെ, ആര് എപ്പോൾ കുമ്പസാരിക്കാൻ വന്നാലും അവരെ കുമ്പസാരിപ്പിക്കണം. എൻ്റെ മോനെല്ലാം അറിയാമല്ലോ, അമ്മ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. സമയം പോയി, എന്നാ ഞാൻ പോയേക്കുവാ. എന്നാ ശരി. കൂടി കഴിഞ്ഞ് വരുമ്പോ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണി. സമയം അങ്ങ് പോയല്ലോ. എന്നാലും ഒന്ന് കേറിയിട്ട് പോയേക്കാം. ഇത് നമ്മുടെ ജോസച്ചന്റെ കാറല്ലേ? ഈ സമയത്ത് അച്ഛൻ എന്നെ റോസ്ലിയുടെ വീട്ടിലൊരു ഇടപാട്.
ശ്ശേ, ഇവിടെ എങ്ങും ആരും കാണുന്നില്ലല്ലോ. ഇപ്പൊ ദൈവം തോമയുടെ കൂടെയാണ് അച്ചോ. ഇനി തോമ ഒരു കളി തുടങ്ങുക. ഇനി പാക്കപ്പാറത്ത് തോമയുടെ ആട്ടത്തിൽ. ജോർജ് കുട്ടി ചേട്ടാ, ജോർജ് കുട്ടി ചേട്ടോ, റോസ്ലി ചേച്ചി. ഈശോ, ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? നിർത്തച്ചോ. എന്നാ ജോർജ് കുട്ടി? എനിക്കൊന്ന് കുമ്പസാരിക്കണം. ജോർജ് കുട്ടി പോ. കുമ്പസാരിച്ചേ ജോർജ് കുട്ടി പറ്റൂ അച്ഛാ. നീ ഒന്ന് പോ. ജോർജ് കുട്ടി നീ ഒന്ന് പോ. കുമ്പസാരിക്കണം. എനിക്ക് പറ്റത്തില്ല ഇപ്പൊ. കുമ്പസാരിച്ചേ പറ്റൂ അച്ഛാ. ജോർജ് കുട്ടി ഞാൻ പറയണത് മനസ്സിലാക്കി. എന്റെ മൂടതല്ല ഇപ്പൊ ജോർജ് കുട്ടി. കുമ്പസാരിക്കണം. മോനെ, ആര് എപ്പോ കുമ്പസാരിക്കാൻ വന്നാലും അവരെ കുമ്പസാരിപ്പിക്കണം. കാരുണ്യവാനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അച്ഛാ, ഞാനാണ് അവളെ കൊന്നത്. അവളുള്ള ലോകം എനിക്ക് പറ്റില്ല. എനിക്ക് സുഖമായി ജീവിക്കണം. കൊല കഴിഞ്ഞ സമയത്താണ് അച്ഛൻ അതുവഴി വന്നത്. ഞാൻ തന്നെയാണ് മൃതദേഹം അച്ഛൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ടത്. ഇപ്പോൾ ഇതറിയാവുന്നത് എനിക്കും അച്ഛനും മാത്രം. കുമ്പസാര രഹസ്യം ഒരിക്കലും പുറത്തു പോകില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ കുമ്പസാരിക്കാൻ വന്നത്. എനിക്ക് ജീവിക്കണം അച്ഛാ, എനിക്ക് സ്വസ്ഥമായി ജീവിക്കണം. ഓരോരുത്തന്മാരൊക്കെ വെറുതെ അച്ഛന്മാരെ പറയാനായിട്ട്. ആ പാവമച്ഛനെ പോലീസുകാർ അടിക്കുകയും ഉപദ്രവമേൽപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടും അദ്ദേഹം കുമ്പസാര രഹസ്യം പുറത്തു പറഞ്ഞില്ല. നീണ്ട വർഷങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. ഒടുവിൽ ജോർജ് കുട്ടിക്ക് മാനസാന്തരമുണ്ടായി. അയാൾ അച്ഛനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പോലീസിൽ കീഴടങ്ങി. അങ്ങനെ നമ്മുടെ പാവമച്ഛൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. അച്ഛന് ആരോടും യാതൊരു പരിഭവമില്ലായിരുന്നു. മറിച്ച് ഉള്ളിൽ നിറയെ ആനന്ദമായിരുന്നു. കുമ്പസാര രഹസ്യം പുറത്തു പറയാതെ ഉള്ളിൽ സൂക്ഷിച്ചതിൻ്റെ ആനന്ദം. പിന്നീടുള്ള നാളുകളിൽ അച്ഛൻ്റെ അടുത്ത് ആളുകൾ തിങ്ങിക്കൂടി, വിശുദ്ധ കുമ്പസാരം എന്ന ഈശോയുടെ കൂദാശയെ സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ.